അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഫ്ളലുസ് സ്വലാത്തി വഅതമ്മുത് തസ്ലീമി അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ സാറ അലാ ഹദിയിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കടബാധ്യതകളുടെ ഗൗരവത്തെ കുറിച്ചാണ്. കടം കൊടുക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ചാണ്. സാധാരണ നമ്മുടെ ദുആഇന്റെ നീണ്ട ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന അഭ്യർത്ഥന കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കടങ്ങളാണ്. ഒരു മനുഷ്യനുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥകളെ കുറിച്ച് കേൾക്കുമ്പോൾ അറിയുമ്പോൾ, അയാളുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള പരാതികൾ പറയുമ്പോൾ എവിടെയും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രധാന വിഷയം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിന്റെ തോതനുസരിച്ച് അവരുടെ കടബാധ്യതകൾ കൂടെയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു കടങ്ങളിൽ നിന്നും സലാമത്താവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും വലിച്ചു നീട്ടി പറയേണ്ടതില്ല ഈ വിഷയ സംബന്ധമായി. കാരണം ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ആമുഖങ്ങൾ ഞാൻ ഒഴിവാക്കാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. കടം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നത് തീർച്ചയുള്ള കാര്യമാണ്. ഇസ്ലാമിക ശറഅ് ഒരിക്കലും വിലക്കിയിട്ടുള്ള കാര്യമല്ല കടം എന്നുള്ളത്. എന്നാൽ പലപ്പോഴും മനുഷ്യർ കടത്തിന്റെ ഗൗരവം മാനിക്കുന്നില്ല എന്ന അവസ്ഥ ഇന്ന് കാണപ്പെടുന്നുണ്ട്. ഉത്തരവാദിത്ത ബോധമില്ലായ്മ എന്നത് ലോകാവസാനത്തിന്റെ പ്രധാന അടയാളമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി നമ്മൾ ഹദീസുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസത്തെ നമ്മുടെ ക്ലാസ് അത് സംബന്ധമായിരുന്നു. ഉത്തരവാദിത്ത ബോധം ഇല്ല എന്ന അവസ്ഥ ലോകാവസാനത്തിന്റെ മുന്നയായി എന്റെ ഉമ്മത്തിലെത്തുമെന്നും എന്റെ ഉമ്മത്തിൽ നിന്നും ആദ്യം നഷ്ടപ്പെടുന്ന നന്മ ഉത്തരവാദിത്ത ബോധം ഇല്ല എന്ന അവസ്ഥയിൽ എത്തുക വഴിയാണെന്നും എന്റെ ഉമ്മത്തിൽ അവസാനം വരെ നിലനിൽക്കുന്ന നന്മ നിസ്കാരമായിരിക്കുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി അവിടുത്തെ സ്വഹാബികൾ ഉദ്ധരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏതായാലും ഉത്തരവാദിത്തമില്ലായ്മ ലോകാവസാനത്തിന്റെ അടയാളം എന്നത് കടബാധ്യതയുടെ വിഷയത്തിൽ പ്രത്യേകം നാം കാണുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം അങ്ങനെയാണ്. കടം പറഞ്ഞാൽ അത് ആ കടം വീട്ടേണ്ട സമയത്തെ പാലിക്കാതെ പോകുന്ന, വാക്കിന് വ്യവസ്ഥ കാണപ്പെടാത്ത നിത്യ അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾക്കും നമ്മളാൽ മറ്റു പലർക്കും ഉള്ളതായി നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കടബാധ്യതകളെ കുറിച്ചുള്ള ഒരു അന്വേഷണ ബോധം എപ്പോഴും അവനിൽ ഉണ്ടാവണം എന്നത് നമ്മുടെ മതം വളരെ കർശനമായ ഭാഷയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ പൂർവികരുടെ ജീവിതത്തിൽ ഇത് സംബന്ധമായി ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മരണം സംഭവിച്ചാൽ മയ്യത്തിന്റെ കടബാധ്യത അനന്തരാവകാശികൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അനന്തരാവകാശികൾ ആ കടബാധ്യത കഴിച്ചാണ് ബാക്കി സ്വത്തിനെ അനന്തരമായി എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വീതം ചെയ്യപ്പെടുന്നതിന് മുന്നേ കടബാധ്യത വീട്ടാൻ വേണ്ടി ആദ്യമായി മാറ്റിവെക്കേണ്ടത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടബാധ്യതകളാണ്. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടബാധ്യത എന്നത് ഹജ്ജ്, ഉംറ, സക്കാത്ത്, പലപ്പോഴും ഈ മരിച്ച ആള് നോമ്പ് പിടിക്കാതെ പോയതിന്റെ മുദ്ദുകൾ, അതുപോലെ പല നേർച്ചകളും വീട്ടാത്തതിന്റെ കഫാറത്തുകൾ, സക്കാത്ത്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ശറഉമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക കുടിശ്ശികകൾ, ബാധ്യതകൾ വീട്ടിയ ശേഷം, മനുഷ്യരുടെ ഇടയിലെ കടബാധ്യതകളെ വീട്ടിയ ശേഷം പിന്നെയാണ് അനന്തര സ്വത്ത് എടുക്കാൻ ഓരോ അനന്തരാവകാശിക്കും അർഹതയുള്ളൂ. അല്ലെങ്കിൽ അർഹതയില്ലാത്ത മുതലാണ് അനന്തരം എടുത്തത് എന്നതാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ കടബാധ്യതയെ അത്ര കണ്ട് പ്രാധാന്യത്തോടെ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി കാണാം, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു മനുഷ്യന് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അവൻ ഉറങ്ങുന്നതിന് മുന്നേ അവന്റെ കടബാധ്യതകളെ ഒരു കടലാസിൽ എഴുതി
അവൻ കിടക്കുന്ന കട്ടിലിന്റെ ആ തലയിണയുടെ അടിയിൽ സൂക്ഷിക്കണം എന്നതാണ് ഫിഖ്ഹ് പറയുന്നത്. നമ്മുടെ പ്രമാണങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്തെന്ന് ചോദിച്ചാൽ, ഒരാൾ കിടപ്പിൽ കിടന്ന് മരിച്ച അവന്റെ ശരീരം അവിടെ നിന്ന് മാറ്റുമ്പോൾ ഉറപ്പായിട്ടും ആ തലയണ എടുത്ത് മാറ്റും. അപ്പോൾ അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കടബാധ്യതയുടെ ലിസ്റ്റ് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് നിർബന്ധമായും ഈ കടബാധ്യത എഴുതി വെക്കണം. അവന്റെ ഉറക്കത്തിന് മുന്നേ അവന്റെ തലയണയുടെ അടിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സാന്ദർഭികമായും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് കടം എന്ന വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആദ്യം പറയുന്നത്, കടം കൊടുക്കുക എന്നത് ഒരു വലിയ പുണ്യകർമ്മം എന്നാണ്. കടം കൊടുക്കാൻ ഈ ലോകത്ത് ആള് വേണമല്ലോ, എന്നാലാണുള്ള കടബാധ്യതകൾ ഇവിടെ ഉണ്ടാവും. പലരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നടന്നു പോകുന്ന ഒരു വലിയ മാർഗമാണ് കടം വാങ്ങുക, കടം കൊടുക്കുക, കടം സ്വീകരിക്കുക, ഈ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ. അപ്പൊ കടം കൊടുക്കുക എന്നതൊരു പുണ്യമായാലാണ് ഇവിടെ പല പാവങ്ങളുടെയും ആവശ്യം കടങ്ങളിലൂടെ നിർവഹിക്കപ്പെടൽ ഉണ്ടാവുകയുള്ളൂ. അത് സംബന്ധമായിട്ടുള്ള ഹദീസുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യം പറയട്ടെ, കടം കൊടുക്കലും കൊടുത്ത കടം സ്വീകരിച്ചു പോയ ആളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ കടം അങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് ഒന്നുകിൽ വേണ്ടാതെ വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സമയം നിശ്ചയിച്ചതിൽ സാവകാശം കാണിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാനുഷിക പരിഗണനയ്ക്ക് വലിയ കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ സുലൈമാൻ ഇബ്നു ബുറൈദ റളിയല്ലാഹു അൻഹു അൻ നബിഹി ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ അൻളറ മുഅ്സിറൻ ഫലഹു ബികുല്ലി യൗമിൻ സദഖ ഖബ്ല അൻ യഹുല്ല അദ്ദൈൻ ഫഇദാ ഹല്ല അദ്ദൈനു ഫഅൻളറഹു ബഅദ ദാലിക ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലുഹു സദഖ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി പറഞ്ഞത്? ഹബീബ് പഠിപ്പിച്ചു, ആരെങ്കിലും ഒരാൾക്ക് കടം കൊടുത്തു, അത് സ്വീകരിച്ചവന് സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു, അത് മനസ്സിലാക്കിയിട്ട് മൻ അൻളറ മുഅ്സിറൻ, തന്റെ കടം സ്വീകരിച്ചു പോയവൻ സാമ്പത്തിക പ്രയാസത്തിലാണെന്നറിഞ്ഞ് അവന്റെ അവധി എത്തിയപ്പോൾ വീണ്ടും ഒരു സാവകാശം കൊടുത്താൽ ഫലഹു ബികുല്ലി യൗമിൻ സദഖ, കടം കൊടുത്ത അവധി എത്തുന്ന അന്ന് വരെ എല്ലാ ദിവസവും വെറും സദഖയുടെ കൂലിയാണെങ്കിൽ അവധി എത്തിയ ശേഷം ആശ്വാസം കൊടുക്കാൻ വേണ്ടി ഒരൽപ്പം സാവകാശവും കൂടി അയാൾക്ക് അവധിക്ക് ശേഷം കൊടുത്തല്ലോ, അവധിക്ക് ശേഷം കൊടുത്ത സാവകാശത്തിന്റെ ഓരോ ദിവസവും അല്ലാഹു ആ തുകയ്ക്ക് തുല്യമായ സദഖ രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു, അയാൾ സ്വീകരിച്ചു, പറഞ്ഞ അവധി എത്തുമ്പോഴേക്കും അയാൾക്ക് വീട്ടാൻ പറ്റുന്നില്ല, അയാൾ പ്രയാസക്കാരനാണ്. ഈ പറഞ്ഞ അവധി വരെ ആ മനുഷ്യൻ ആ കടം തരാൻ വേണ്ടി ഉള്ള പൈസ പറഞ്ഞ അവധി വരെ അവന് സാധിക്കുന്നില്ല. അവധി എത്തുന്നതിന് മുന്നേ വാങ്ങിയത് തിരിച്ചുകൊണ്ടേ കൊടുക്കാവുന്നതാണ്, അതും ജായിസായ കാര്യമാണ്. കയ്യിൽ പണമെത്തിയാൽ ഉടനെ വീട്ടണം എന്നുള്ളതാണ് മതം പറയുന്നത്. ഒരാള് സ്വീകരിച്ചു കൊണ്ടുപോയി, സാമ്പത്തിക പ്രയാസം അവധിയാകുന്നത് വരെ എന്തായാലും കൊടുത്തിട്ടില്ല, അപ്പോൾ അവധി വരെ ഒരു സദഖയുടെ കൂലി കിട്ടും. അവധി എത്തിയപ്പോ കടം കൊടുത്ത ആ ധനികനായ നല്ല മനുഷ്യൻ ഒരു സാവകാശവും കൂടി കൊടുത്തു, അല്ലെങ്കിൽ തരാനുള്ള പൈസയുടെ പകുതി നീ തന്നാ മതി എന്ന ഒരു ഇളവ് കൊടുത്തു. എന്നാൽ അത് നീ കുറച്ച് കഴിഞ്ഞ് തന്നാ മതി എന്ന ഒരു സമയം നിശ്ചയിച്ചും കൊടുത്താൽ ഈ മനുഷ്യൻ ആ സമയം വരെ ഓരോ ദിവസവും ആ എമൗണ്ട് സദഖ ചെയ്ത കൂലി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു പാവപ്പെട്ടവനെ സഹായിക്കുക എന്നതാണല്ലോ കടം കൊടുക്കല്. അവിടെ പാവപ്പെട്ടവന് സഹായം കിട്ടുന്നതിന്റെ കൂടെ തന്നെ ഇത് കൊടുത്തവൻ അല്ലാഹു വലിയ കൂലി കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഈ സംവിധാനം ഇല്ലാതെ പോകും. ഇനി കണ്ടു മറ്റൊരു ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من أنظر معسرا أو وضع له أظله الله يوم القيامة تحت ظل عرشه يوم لا ظل إلا ظله. ആരെങ്കിലും ഒരാൾക്ക് കടം കൊടുത്തു, സ്വീകരിച്ചു കൊണ്ടുപോയവന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഞെരുക്കമാണ്,
അവനത് വീട്ടാൻ പറ്റൂല എന്ന് കടം കൊടുത്തവന് ബോധ്യമായി. അപ്പോൾ അവൻ ആ കടം സ്വീകരിച്ചു പോയ ആൾക്ക് അതിൽ ആശ്വാസം നൽകി സാവകാശം കൊടുത്തു. അല്ലെങ്കിൽ നീ അതെനിക്ക് തരണ്ട, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട തന്നതെന്ന് വിട്ടുവീഴ്ച പൂർണ്ണമായും ചെയ്തു കൊടുത്താൽ, ഒന്നുകിൽ അവന് സാവകാശം കൊടുത്തു, സമയം കൊടുത്തു, പിന്നെ തന്നാ മതി, ഒരു ലോഡ് കഴിഞ്ഞിട്ട് തന്നാ മതി, അല്ലെങ്കിൽ നീ അത് തരണ്ട എന്ന് വിട്ടുവീഴ്ച കൊടുത്താൽ അള്ളാഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഈ സാവകാശം ചെയ്തു കൊടുത്ത, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത ഈ സമ്പത്തിന്റെ ഉടമയുണ്ടല്ലോ, അള്ളാഹുവിന്റെ മഹ്ശറയിൽ വരുമ്പോൾ റബ്ബിന്റെ അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തിൽ ചേരുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, അങ്ങനെ ലോകത്ത് ഉദാര മനസ്സുള്ള പലരുമുണ്ട്. പലരും കടം കൊടുത്തിട്ട് അത് സ്വീകരിച്ചു കൊണ്ടുപോയ ആളോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ കടം വാങ്ങിയിട്ടുള്ളതല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. വീട് പണിയാൻ നേരം, വാഹനം വാങ്ങാൻ നേരം നമുക്കൊക്കെ പണം കടം തന്നവരുണ്ട്. വിവാഹം നടക്കാൻ നേരം കടം തന്നവരുണ്ട്. എന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, അതിൽ പകുതി തന്നാ മതി, പകുതി എന്റെ വകയിരിക്കട്ടെ. അവർക്കൊക്കെ അള്ളാഹു എത്രയോ കൂലിയ കൊടുക്കുക. അള്ളാഹു അവരുടെയൊക്കെ മരിച്ചുപോയവരുടെ ഹളറാത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. വലിയ സദഖയുടെ കൂലിയ. ഒരാളൊരിക്കൽ പറഞ്ഞ്, എല്ലാവരുടെയും കടം കൊടുത്തിട്ട് അവസാനത്തേത് എന്റെ തരാവൂ എന്ന് പറഞ്ഞ കടം കൊടുത്തു എന്ന ഒരു എന്താ പറയാ അനുഭവം മറ്റൊരാൾ പങ്കുവെച്ച് ഓർക്കുകയാണ്. കടം സ്വീകരിച്ച ആളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവൻ അതനുസരിച്ചുള്ള സാവകാശവും പരിഗണനയും കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയ കൂലിയ. ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. കടബാധ്യത സംബന്ധമായിട്ടും കടം കൊടുത്ത ആള് വിട്ടുവീഴ്ച ചെയ്യുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ഖുർആനിൽ എത്ര ആയത്തുകളുണ്ടെന്ന, എത്രയോ ആയത്തുകളുണ്ട്. സൂറത്തുൽ ബഖറയുടെ 278, 79, 80, 81 ഈ 4 ആയത്തുകൾ ഇത് സംബന്ധമായിട്ടൊരു ചർച്ച തന്നെ വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി وَإِن تُبْتُمْ فَلَكُمْ رُؤُوسُ أَمْوَالِكُمْ لَا تَظْلِمُونَ وَلَا تُظْلَمُونَ وَإِن كَانَ ذُو عُسْرَةٍ فَنَظِرَةٌ إِلَى مَيْسَرَةٍ وَأَن تَصَدَّقُوا خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ وَاتَّقُوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹുവേ, നിന്റെ ഖുർആൻ എത്ര മനോഹരമായ ഭാഷയില ഒരു മാനുഷിക പരിഗണന ചർച്ച ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നു. ജലാലൈനിൽ കാണാം, നസലത്ത് ഫീ ലമ്മാ ത്വലബ ബഅദു സ്വഹാബത്തി ബഅദ നഹീ ബിർറിബാ കാന ലഹും മിൻ ഖബ്ൽ. പലിശ ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുന്നേ സ്വഹാബികൾ മക്കയിൽ പലർക്കും പണം പലിശക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. പലിശ ഹറാമാണെന്ന് പറഞ്ഞ ആയത്തുകൾ ഇറങ്ങി. പലിശ തിരിച്ചു വാങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികൾ പലരും ഈ ആയത്തിന് ശേഷം എന്നാൽ തങ്ങൾ കൊടുത്ത പണത്തിന്റെ അവസ്ഥയെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി. ഇത് സംബന്ധമായിട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹനെ ഭയക്കണേ.
കടത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് പറയുന്നത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, റബ്ബിനെ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വദറൂ മാ ബഖിയ മിനർ റിബാ, നിങ്ങൾക്ക് പലിശയുടെ കണക്ക് വെച്ചാൽ ഇങ്ങോട്ട് കിട്ടേണ്ട പലിശ പണമുണ്ടല്ലോ, അതങ്ങ് വിട്ടേക്ക് മുഅ്മിനീങ്ങളെ. അത് വാങ്ങേണ്ടതില്ല, അതങ്ങ് വിട്ടേക്കൂ. നിങ്ങൾ കടം കൊടുത്തത് അത് മുഖേന നിങ്ങൾക്ക് കിട്ടേണ്ട പലിശ നിങ്ങൾ അത് വേണ്ടാന്ന് വെച്ചേക്കൂ എന്ന് സ്വഹാബത്തിനോട് ഖുർആൻ പറയാണ്. ഇങ്ങുന്തും മുഅ്മിനീങ്ങളാണെങ്കിൽ, മുഅ്മിനീങ്ങളാവണമെങ്കിൽ അത് അങ്ങ് വേണ്ടാന്ന് വെക്കണം. فإن لم تفعلوا فأذنوا بحرب من الله ورسوله. ചില സ്വഹാബികൾക്ക് തോന്നി പൈസയുടെ കാര്യല്ലേ, ഇതിപ്പോ എങ്ങനെ വേണ്ടെന്ന് വെക്കാം. അപ്പൊ അള്ളാഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞത് അനുസരിക്കാത്ത രീതിയിൽ ആ കൊടുത്തത് വാങ്ങാൻ, പലിശയായിട്ട് വാങ്ങാൻ നിരോധിച്ചതിന് ശേഷം ആരെങ്കിലും തയ്യാറായാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ശിക്ഷയും യുദ്ധവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പടച്ചോൻ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ശരിക്ക് കൈകാര്യം ചെയ്യും. വൈൻ തുബത്തും, അപ്പൊ നിങ്ങൾ തൗബ ചെയ്തോളൂ. അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആയത്തിറങ്ങിയ ശേഷം പൈസയുടെ കാര്യല്ലേ, അതെങ്ങനെ ഇപ്പൊ കളയാ എന്നോർത്ത് ചിലരെ ആഗ്രഹിച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്തു. അങ്ങനെ ആഗ്രഹിച്ചത് തെറ്റാണ്. ഫലക്കും റൂസ് അംവാലിക്കും, നിങ്ങൾ പലിശ ഒഴിവാക്കിയാ മതി എന്നാ പറഞ്ഞത്. നിങ്ങൾ കൊടുത്ത ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടല്ലോ, അടിസ്ഥാന തുക 50,000 കൊടുത്താൽ അതിന്റെ പലിശ ഒഴിവാക്കി 50,000 നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. ലാ തദ്ലിമൂൻ, അത് വാങ്ങാൻ ചൊല്ലുമ്പോൾ സ്വീകരിച്ചവനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അവനോട് നല്ല രീതിയിൽ അത് വാങ്ങിയെടുക്കണം. മാത്രവുമല്ല, നിങ്ങൾ കൊടുത്ത അടിസ്ഥാന എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം എന്ന് പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു പരിഗണനയാണ്. വലാ തുദ്ലമൂൻ, നിങ്ങളോട് പടച്ചോൻ അക്രമം ചെയ്യൂല, നിങ്ങളുടെ അടിസ്ഥാന എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. വഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ, നിങ്ങളുടെ പണം സ്വീകരിച്ചു പോയവൻ ഒരു പ്രയാസക്കാരനാണെങ്കിൽ അവനൊരു സാവകാശം ചെയ്യണേ സ്വഹാബ. മുഅ്മിനീങ്ങളോടാണ് അള്ളാഹുവിന്റെ ഉത്തരവ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിങ്ങളുടെ പണം സ്വീകരിച്ചു കൊണ്ടുപോയവൻ ഒരു ബുദ്ധിമുട്ടുകാരനാണ് എങ്കിൽ നിങ്ങൾ സാവകാശം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് താല്പര്യം അത് സദഖയായി അവിടെ ഉപേക്ഷിക്കലാണ്, അയാൾക്ക് കൊടുക്കലാണെങ്കിൽ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈറ് എന്ന് ഖുർആൻ. അപ്പൊ പണം കടം കൊടുക്കാൻ യഥേഷ്ടം സാമ്പത്തികമായി കഴിയുന്നവർ അത് സ്വീകരിച്ചു കൊണ്ട് പോകുന്നവന്റെ അവസ്ഥ മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്താൽ ഖൈറ് വേറെ കിട്ടുമെന്ന് ഖുർആൻ. ഇൻ കുന്തും തഅലമൂൻ, വിവരം ഉണ്ടെങ്കിൽ ഇത് പഠിച്ചു വെച്ചോ. ഇത് ഖുർആൻ പറഞ്ഞതാണ് കേട്ടോ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, എല്ലാ സാമ്പത്തിക കണക്കും എടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ സൂക്ഷിച്ചോളണം. അന്ന് കുറച്ച് പറഞ്ഞാൽ മതി, ഇന്ന് ഇവിടെ നന്നായിട്ട് ചെയ്താ. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ചെയ്ത പ്രവർത്തനങ്ങളുടെ കൂലിയും ശിക്ഷയൊക്കെ അന്ന് കിട്ടും എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്താം. അപ്പൊ സാമ്പത്തിക വിഷയത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ. ആ രീതിയിൽ ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ഈ ആയത്തുകൾ വലിയ ചർച്ചയായിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പണം കടം വാങ്ങാൻ വന്നവന് കടം കൊടുത്തു, അവരെ സ്വീകരിച്ചു പോയി. പലിശ ഹറാമല്ല എന്ന അവസ്ഥയിലായപ്പോ അതിന് പലിശ ഈടാക്കിയിട്ട് സ്വഹാബികൾ ഈ കടമിടപാടിൽ തുടർന്നു. പലിശ ഹറാമാണെന്ന് പറഞ്ഞ ആയത്തിറങ്ങി. അപ്പൊ എന്ത് ചെയ്തു? അവർ ചിലർക്ക് വിഷമായി, എന്റെ ഒരു വലിയ എമൗണ്ട് ആണല്ലോ അവിടെ പോയത്. അള്ളാഹു പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങൾ കൊടുത്ത അടിസ്ഥാന തുക നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. അവിടെയും സാവകാശം കൊടുക്കണം. ഈ ആയത്തിൽ സ്വീകരിച്ചു കൊണ്ടുപോയ ആളുടെ സാമ്പത്തിക അവസ്ഥ കണ്ട് അയാളെ സഹായിക്കുന്നതിനും സാവകാശം കൊടുക്കുന്നതിനും മഹത്വമുണ്ടെന്ന് പറഞ്ഞ ഈ ആയത്തുകൾ സ്വഹാബികളുടെ ഇടയിൽ ചർച്ചയായിരുന്നു. അവർ പലരും ആ പുണ്യം തേടിയിട്ട് അതൊരു അമലായി കണക്കാക്കി. ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയിൽ കാണാം, സ്വഹാബി പ്രമുഖനായ അബൂ ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന സുഹൃത്തും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു. മഹാനായ അബൂ ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു
ഈ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിൽ മഹാനവറുകൾ ഒരു സ്വപ്നം കണ്ടു അത്രേ. ആ സ്വപ്നം സ്വർഗമാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അൽ ഖർളു ബി 18 അംസാലുഹു വസ്സദഖതു ബി 10 അംസാലിഹാ. മഹാൻ കണ്ട സ്വപ്നം സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ. സ്വർഗം കണ്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചു. ഒരാള് സദക്ക കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു സദക്കക്ക് 10 ഇരട്ടി കൂലിയാണെങ്കിൽ, ഒരാള് കടം കൊടുത്ത് സഹായിക്കുമ്പോൾ, കേൾക്കണം, കടം കൊടുത്ത് ഒരു പാവപ്പെട്ടവനെ സഹായിക്കുകയാണെങ്കിൽ അവിടെ സദക്കയുടെ കൂലി 10 എന്നതാണെങ്കിൽ, കടം കൊടുത്ത് സഹായിക്കലാവുമ്പോൾ 18 ഇരട്ടിയാണ് കൂലി എന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ ഈ മഹാൻ സ്വപ്നം കാണാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചതായിട്ട്. അപ്പൊ മഹാന് സ്വാഭാവികമായും സ്വപ്നത്തിൽ ഒരു സംശയം തോന്നി. മഹാനവറുകൾ ചോദിച്ചു, വലി മഹാദ, അല്ല ഇതെന്തൂ നടപാടത്? സദക്കയായിട്ട് വെറുതെ കൊടുത്തു, ഇനി തിരിച്ചു കിട്ടുള്ള സദക്ക കൊടുത്തതല്ലേ, അതിന് 10 ഇരട്ടി കൂലിയും. കടം കൊടുത്ത് സഹായിച്ചു, അത് തിരിച്ചു കിട്ടും, തിരിച്ചു വാങ്ങാനുള്ള പണാണ്, ഒരു പാവപ്പെട്ടവൻ സ്വീകരിച്ചതാണ്. അങ്ങനെ വന്നപ്പോ അതിന് 18 കൊടുക്കുന്നു. ഇതിലെന്ത് ന്യായം എന്ന് ചോദിച്ചപ്പോൾ ആ സ്വപ്നത്തിൽ തന്നെ മഹാനവറുകൾക്ക് കൊടുത്ത മറുപടി, ഏതൊരു സ്വതക്കയും സ്വതക്കയാവാൻ പാവപ്പെട്ടവൻ തന്നെ സ്വീകരിക്കണമെന്നില്ല, സ്വതക്ക പണക്കാരനും സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ കടം എന്നുള്ളത് ഒരു പാവപ്പെട്ടവനാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകാരനാണ് വന്ന് ചോദിക്കുക. അപ്പൊ കടം എന്നുള്ളടത്ത് പൂർണ്ണമായും ഒരു ഇല്ലാത്തവനെ സഹായിക്കുന്ന അവസ്ഥ. വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവര് കോടികൾ കടം വാങ്ങുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഒരു സാധാരണ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ അവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ടവനും ഒരു പ്രയാസക്കാരനുമാണ് ഈ കടം ചോദിച്ചു വരാ. അപ്പോൾ ഇവിടെ പ്രയാസക്കാരനെ സഹായിക്ക എന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ് സ്വതക്കക്ക് 10 കൊടുത്തപ്പോ കടം കൊടുത്ത് സഹായിച്ചതിന് 18 കൂലി കൊടുത്തുകൊണ്ട് 18 ഇരട്ടി കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിച്ചത്. ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി അൽ ബഖറയുടെ ആയത്തുകൾ വ്യാഖ്യാനിക്കുന്നിടത്ത് ഈ സംഭവം ഉദ്ധരിക്കുന്നതായി കാണാം. അത് അത്ര കണ്ട് പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടും പരിഗണന ഉള്ളതുകൊണ്ടുമാണ് മഹാന്മാര് തഫ്സീറുകളിൽ ഈ ആയത്തിന്റെ ചുവടെ ഈ സ്വപ്നത്തിന്റെ സംഭവം ചേർക്കുന്നത്. റൂഹുൽ ബയാനിൽ നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കടം കൊടുത്ത് സഹായിക്കുന്നതിന്റെ പുണ്യവും കടം സ്വീകരിച്ചു കൊണ്ടുപോയവന് ഇളവ് നൽകുകയും സാവകാശം കൊടുക്കുകയും അത് വേണ്ടാന്ന് വെച്ച് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഒക്കെ മഹത്വമാണ് പറഞ്ഞത്. ഇനി കടത്തിന്റെ ഗൗരവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. കടം ഗൗരവമാണ്, കടം ഗൗരവമാണ്, കടം ഗൗരവമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ സ്വഹീഹ് മുസ്ലിമിലെ റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ക്രോഡീകരണത്തിൽ ഒരു അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ബാബു മൻ ഖുതില ഫീ സബീലില്ലാഹി കുഫിറത്ത് ഖതായാഹു ഇല്ല ദൈന എന്നുള്ളതാണ് ഒരു അധ്യായത്തിന്റെ ഹെഡിങ്. എന്താ ഈ പറഞ്ഞത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും യുദ്ധം ചെയ്ത് ഷഹീദായാൽ അവന്റെ എല്ലാ പാപവും അള്ളാഹു പൊറുക്കും, ഇല്ല ദൈന, കടം ഒഴിച്ച്. സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു അധ്യായത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്. അള്ളാഹു നമുക്ക് കടമില്ലാത്ത ജീവിതം തന്നനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലെ കടമുള്ളവർക്ക്, നമ്മുടെ ഈ പരിപാടി കാണുന്നവർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, കടമുള്ളവർക്ക് അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവരെയും സലാമത്തിലാക്കട്ടെ. സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു അധ്യായം, കടം ഒഴിച്ചുള്ള എല്ലാ പാപവും ഷഹീദിന് അള്ളാഹു പൊറുക്കും എന്നതാണ് ഒരു അധ്യായത്തിന്റെ ഹെഡിങ്. സ്വഹീഹ് മുസ്ലിം കണ്ടോ. ഇനി ഹദീസിലേക്ക് നമുക്ക് വരാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്, عن أبي قتادة رضي الله عنه أنه سمعه يحدث عن رسول الله صلى الله عليه وسلم أنه قام فيهم فذكر لهم أن الجهاد في سبيل الله والإيمان بالله أفضل الأعمال. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളുടെ ഇടയിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കാണ്, സ്വഹാബികളെ, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, ഈ 2 കാര്യങ്ങളും അഫ്ളലുൽ അഅ്മാൽ, ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന വലിയ പുണ്യകർമ്മമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളതിന്റെ കൂടെ ഒരാൾ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നുവെങ്കിൽ
ആ മനുഷ്യൻ ചെയ്യുന്നത് അഫ്ളലുൽ അഅമാലാണ്, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമലാണ്. ഈമാനുണ്ട്, യുദ്ധത്തിനും പോകുന്നു, അത് വലിയ അമലാണ്. അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഖുത്ൽതു ഫീ സബീലില്ലാഹി തുകഫറു അന്നി ഖതായായ. നബിയേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഇതുപോലെ മനസ്സിൽ ഈമാൻ ഉറച്ച് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയാൽ ഏറ്റവും വലിയ അമലാണ് ഞാൻ ചെയ്യുന്നതെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ആ സന്ദർഭത്തിലാണ് ഞാൻ വെട്ടേറ്റ് ഷഹീദാകുന്നതെങ്കിൽ നബിയെ, എന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുമോ? നമ്മളാണ് ഈ ചോദിക്കുക സ്വർഗം കിട്ടുമെന്നാ. സ്വഹാബികൾ അങ്ങനെയല്ല ചോദിക്കുക അള്ളാഹുവിന്റെ പാപം പൊറുക്കുന്ന. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ മോനെ, നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. ഇൻ ഖുത്തിൽത ഫീ സബീലില്ലാഹ്, നീ യുദ്ധത്തിൽ മരണപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലെ യുദ്ധത്തിലാണോ? വ അൻത സ്വാബിറുൻ മുഹ്തസിബുൻ മുഖ്ബിലുൻ ഗൈറു മുദ്ബിർ, നീ പിന്തിരിഞ്ഞോടിയപ്പോൾ നിന്നെ പുറകിൽ നിന്നും എറിഞ്ഞു വീഴ്ത്തിയതല്ല, നീ മുന്നോട്ട് തന്നെ ഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധത്തിൽ നിന്നെ കൊന്നത്. നീ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ചപ്പോഴാണ്, നീ ക്ഷമിച്ച് നിന്നപ്പോഴാണ് നിനക്ക് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ നിന്റെ പാപങ്ങൾ പൊറുക്കും മോനെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബി വീണ്ടും ചോദിച്ചു, അറഅയ്ത ഇൻ ഖുത്ൽതു ഫീ സബീലില്ലാഹി അതുകഫിറു അന്നി ഖതായായ. നബിയേ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ പറഞ്ഞ പോലെ ഈമാൻ ഉറച്ചു പോയി യുദ്ധം ചെയ്ത് ഷഹീദായ എനിക്ക് പാപം പൊറുക്കോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി കൊടുത്തു, അതെ, നിനക്ക് പാപങ്ങൾ പൊറുക്കും. നീ പ്രതിഫലം പ്രതീക്ഷിച്ചാണ് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയതെങ്കിൽ, നീ പിന്തിരിഞ്ഞോടിയപ്പോൾ നിന്നെ പുറകിൽ നിന്നും എറിഞ്ഞു വീഴ്ത്തിയല്ല നിന്റെ മരണം സംഭവിച്ചത് എങ്കിൽ, നീ മുന്നോട്ട് തന്നെ നിന്റെ നെഞ്ചുവിരിച്ച ധൈര്യത്തോടെയും ക്ഷമയോടെയും മുന്നേറിയപ്പോഴാണ് നിന്നെ കൊന്നത് എങ്കിൽ ഉറപ്പായിട്ടും നിന്റെ പാപങ്ങൾ പൊറുക്കുമോനെ. നിന്നോട് എനിക്ക് ഇതിന്റെ കൂടെ ഒന്നുകൂടി പറയാനുണ്ട്. ഫൈന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ആദ്യ സമയത്ത് ഞാൻ നിന്നോട് പറയുമ്പോൾ പറഞ്ഞതിന്റെ കൂടെ ഒന്നുകൂടി ചേർക്കാനുണ്ട്. ദേ, ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് ഖാലലി, എന്നോട് ജിബ്രീൽ പറഞ്ഞത് ഇല്ലദ്ദൈന, നിനക്ക് കടമുണ്ടെങ്കിൽ പറ്റൂല എന്നതാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് സ്വഹാബി ചോദിച്ചു. സഹാബിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യുദ്ധം ചെയ്ത് ഷഹീദായ പാപം പൊറുക്കും എന്നുള്ള അങ്ങോട്ട് പറയാൻ എന്താ പറയാ, അതിന്റെ ആ ഒരു മഹത്വം ആലോചിച്ചിട്ട് അത് പാപം പൊറുക്കുമെന്നുള്ളതിന്റെ ആ അവിശ്വസനീയം. റസൂലുള്ളാഹി പറഞ്ഞാൽ വിശ്വാസമില്ല എന്നല്ല അതിനർത്ഥം. അതങ്ങോട്ട് കേട്ടിട്ട് സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. രണ്ടാമതും ചോദിച്ചു, രണ്ടാമതും അതേ മറുപടി പറഞ്ഞു. പക്ഷെ ഒരു കാര്യവും കൂടി കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ മറുപടിയിൽ ജിബ്രീലിന്റെ പ്രത്യേകമായ അറിയിപ്പും വന്നിട്ടുണ്ട്. എന്താണ്? കടമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാപം പൊറുക്കലോ സ്വർഗം കിട്ടലോ ഒന്നും ഷഹീദിന് പോലും തടയപ്പെടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. കടത്തിന്റെ ഗൗരവം അതാണെന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. ഫീഹി തംബീഹുൻ അലാ ജമീഇ ഹുഖൂഖിൽ ആദമിയീൻ, മനുഷ്യരുമായുള്ള എല്ലാ ബാധ്യതകളുടെ വിഷയത്തിലും ശ്രദ്ധിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഹദീസ്. വ അന്നൽ ജിഹാദ വ ഷഹാദത വ ഗൈറഹുമ മിൻ അഅമാലിൽ ബിർരി, ഏറ്റവും നല്ല പുണ്യപ്രവർത്തനങ്ങളായ അള്ളാന്റെ മാർഗത്തിലെ യുദ്ധക്കളത്തിൽ വെച്ചുള്ള മരണങ്ങളും ജിഹാദും മറ്റുള്ള അമലുകളും ഒക്കെ പുണ്യപ്രവർത്തനങ്ങളിൽ പെട്ടതാണെങ്കിൽ പോലും ലാ യുകഫിറു ഹുഖൂഖൽ ആദമീൻ, മനുഷ്യരുമായുള്ള ബാധ്യതയെ പൊറുപ്പിച്ച് കളയാൻ അതിന് കഴിയില്ല. അത് പൊറുപ്പിച്ച് കളയുന്നത് അള്ളാഹുവുമായുള്ള ബാധ്യതകളാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ബാധ്യത അത് എത്രയും പെട്ടെന്ന് സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിലും അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും അതിലൊരു ഉണർവുണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഹദീസാണ് ഈ പറയപ്പെട്ട ഹദീസ് എന്ന് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അത്രയും ഗൗരവമാണ് കടത്തിന്റെ വിഷയം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കടം വീടാനുള്ള വഴികളൊക്കെ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കടബാധ്യത വരുന്നതിനെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ട്. അപ്പൊ ചെറിയ കാര്യമൊന്നുമല്ല. എന്നാ കടം വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് കടം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഇത് അവിടുത്തെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് കടബാധ്യത എന്നുള്ളത് ഇസ്ലാമിൽ വെറുപ്പുള്ള കാര്യമൊന്നുമല്ല.
കണ്ടോ, ഹദീസ് കണ്ടോ, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അള്ളാഹുവോട് കാവൽ തേടിയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ നിസ്കാരത്തിന്റെ അവസരങ്ങളിലും കാവൽ തേടിയിട്ടുണ്ട്. നിസ്കാരത്തിന്റെ അവസരത്തിൽ കാവൽ തേടാ, നിസ്കാരത്തിന്റെ അവസരത്തിലെ ദുആകൾക്കൊക്കെ ഉത്തരമുണ്ടെന്നാണല്ലോ അവിടുന്ന് പഠിപ്പിച്ചത്. നിസ്കാരത്തിന്റെ അവസരത്തിൽ അതുകൊണ്ട് കടബാധ്യത വരാതിരിക്കാനുള്ള ദുആയും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദുആ ഒന്ന് നോക്കാം. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യദഉ ഫിസ്സലാ. അവിടുത്തെ നിസ്കാര സന്ദർഭങ്ങളിൽ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. اللهم إني أعوذ بك من عذاب القبر وأعوذ بك من فتنة المسيح الدجال وأعوذ بك من فتنة المحيا وفتنة الممات اللهم إني أعوذ بك من المأثم والمغرم. فقال له قائل ما أكثر ما تستعيذ من المغرم. فقال رسول الله صلى الله عليه وسلم إن الرجل إذا غرم حدث فكذب ووعد فأخلف. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിം മഹാന്മാർ ഉദ്ധരിക്കുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർഭങ്ങളിലെ ദുആകളിൽ അവിടുന്ന് പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും നീ കാക്കണേ. വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ എല്ലാ ഫിത്നകള്, അത് സാക്ഷാൽ ദജ്ജാലിന്റെ ആവാം, ദജ്ജാലിന്റെ അതേ ഫിത്ന തന്നെ ചെയ്യുന്ന മനുഷ്യരുടെ ഫിത്നകളാവാം. ദജ്ജാലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫിത്നകളെയും തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹ് വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. ജീവനുള്ള സർവ്വതിന്റെയും ജീവനില്ലാത്ത സർവ്വതും മുഖേന ഉണ്ടാകുന്ന എല്ലാ ഫിത്നകളെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസം. പടച്ചറബ്ബേ, കുറ്റകൃത്യങ്ങൾ ഞാനാൽ നിർവഹിക്കപ്പെടുന്നത്, ഞാനാൽ കുറ്റകൃത്യം ചെയ്യപ്പെടുന്നത് നീ കാക്കണേ തമ്പുരാനെ. വൽ മഗ്റമി. റബ്ബേ, കടബാധ്യതയെ തൊട്ട് നീ കാക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് പ്രാവശ്യം അങ്ങയുടെ ദുആ ഞങ്ങൾ കേൾക്കാറുണ്ട്. മാ അക്സറ മാ തസ്തഈദു മിനൽ മഗ്റം. അങ്ങ് എപ്പോ ദുആ എന്നാലും കടബാധ്യതയെ തൊട്ട് ഒഴിവ് ചോദിച്ചിട്ട് അള്ളാഹുവോട് കൈ നീട്ടുന്നത് ഞങ്ങൾ കൂടുതൽ കാണുന്നു. എന്താ നബിയെ, കടബാധ്യത അത്ര ഗൗരവമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഇന്ന റജുല ഇദാ ഗരിമ. ഒരു സത്യവിശ്വാസിയായ, വാക്കിന് വ്യവസ്ഥയുള്ള, സത്യസന്ധനായ ഒരു നല്ല മനുഷ്യൻ, ഒരു മൂമിനായ മനുഷ്യൻ ഒരു കടം വാങ്ങിയാൽ അവന്റെ നിവൃത്തി കേടുകൊണ്ട് പിന്നീട് അവന് കഴിയാതെ പോരുമ്പോൾ അവൻ എന്ത് പറഞ്ഞാലും പിന്നെ കടത്തിന്റെ പേരിൽ, ആ കടമുള്ളതിന്റെ പേരിൽ അവന്റെ കഴിവുകേടിൽ അവൻ നുണ പറഞ്ഞു പോകും. സഹാബ, അവധി മാറ്റി മാറ്റി പറയുന്ന, വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു കള്ളത്തരം പറയുന്നവനായി മാറും സഹാബ. വാക്ക് പറഞ്ഞത് പാലിക്കാൻ കഴിയാത്തവനായി മാറും സഹാബ. അത് മുനാഫിഖിന്റെ അടയാളമാണ്. മുനാഫിഖ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് സുഹാബ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, റളിയല്ലാഹു അൻഹുമാ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കടം ഗൗരവമാണ്. മുത്തുനബി പോലും അള്ളാഹുവോട് കാവൽ തേടിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടട്ടെ. നമുക്ക് കടമൊക്കെ തന്നവർക്ക് കടമുണ്ട്, അള്ളാഹു അവരുടെ കടം വീട്ടട്ടെ. ഞാൻ ഓർത്തു പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ എല്ലാ നിലക്കും സന്തോഷിപ്പിക്കുകയും എന്നെ പിന്തുണക്കുകയും ചെയ്ത എൻ്റെ പ്രിയ സഹോദരനാണ്. അള്ളാഹു ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ എല്ലാം അള്ളാഹു ബർക്കത്താക്കി കൊടുക്കട്ടെ. ഒരുപാട് ആലിമീങ്ങളെ എല്ലാ നിലക്കും അദ്ദേഹം സഹായിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കാല്
കാല് സംബന്ധമായി ഇപ്പോൾ വെരിക്കോസിന്റെ ഒരു പ്രയാസത്തില് ബുദ്ധിമുട്ടാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ അവരുടെ വാപ്പാട് ആണ്ടാണ്. ഒരുപാട് ദാനധർമ്മം ചെയ്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വതക്ക സ്വീകരിക്കാത്ത ഒരു മനുഷ്യൻ ആ പള്ളിയിൽ ജമാഅത്തിന് വരാറില്ല. അത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്ത ബഹുമാന്യനായ അദ്ദേഹത്തിന്റെ പിതാവ് അള്ളാഹു ഖബർ വെളിച്ചാക്കട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഒരുപാട് പേര് അതുപോലെ സഹായിക്കുന്നവർ, പലരെയും പല നിലക്ക് സഹായിക്കുന്നവരുണ്ട്. ഒരിക്കൽ ഒരു സഹോദരി അവരുടെ അയൽപക്കത്തുള്ള മറ്റൊരു സഹോദരി 6 പവന്റെ മാല ആദ്യം അത് കടമായി കൊടുത്തു. അത് വിറ്റ് എന്തെങ്കിലും ആവശ്യം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് കൊടുത്തു. പറഞ്ഞ സമയത്തിനുള്ളിൽ ആ മാല തിരിച്ചു കൊടുക്കണമെന്ന താല്പര്യത്തോടു കൂടെ തന്നെയാണ് ഇവർ പോയി 6 പവന്റെ മാല സ്വീകരിച്ചത്. എന്നിട്ട് ഈ 6 പവന്റെ മാല വിൽക്കേണ്ട വന്നില്ല, വിൽക്കാതെ അവരുടെ ആവശ്യം നടന്നു. അങ്ങനെ പറഞ്ഞ അവധിക്ക് മുന്നേ 6 പവന്റെ മാലയുമായി ചെല്ലുമ്പോൾ ആ സഹോദരി, ഈ മാലയുടെ ഉടമസ്ഥയായ സഹോദരി പറഞ്ഞു, ഞാൻ തന്നപ്പോഴേ ഞാൻ നിങ്ങൾക്ക് സ്വതക്കയുടെ നെയ്യത്തും വെച്ചാ തന്നത്. അത് നിങ്ങളുടെ മോളെ കെട്ടിക്കുമ്പോൾ, കല്യാണം കഴിച്ചിടുമ്പോൾ ആ സ്വർണം വാങ്ങുന്നതിലേക്ക് അത് കൂട്ടിക്കോ, ഞാനത് പൊരുത്തപ്പെട്ടു എന്നാ പറഞ്ഞത്. ഈ അനുഭവം ഒരു കുടുംബം എന്നോട് പറഞ്ഞ ഞാൻ ഓർക്കുക. അള്ളാഹു അവർക്കൊക്കെ കൂലി കൊടുക്കട്ടെ. നമ്മളെ സഹായിച്ചവർക്ക് അള്ളാഹു കൂലി കൊടുക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ സംബന്ധമായിട്ട് പറയാനുണ്ട്. ഇനി കാണാം, പണമുണ്ടായിട്ടും മനഃപൂർവ്വം കടം വീട്ടാതെ ഉഴപ്പ് കാണിച്ച് നടക്കുന്ന ചില മാന്യന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു അവരെ നന്നാക്കട്ടെ. കയ്യിൽ പണമുണ്ട്, കടം മേടിച്ചത് കൊടുക്കാൻ അവന് കഴിയും, അങ്ങനെ അവന് തോന്നണില്ല. കേട്ടോ, പണമുണ്ടായിട്ടും മനഃപൂർവ്വം കടം വീട്ടാതെ ഉഴപ്പ് കാണിച്ച് നടക്കുന്നവൻ കള്ളനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണമുണ്ട്, കഴിവുണ്ട്, കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ട്. കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാതെ അങ്ങനെ തന്നെ ഉഴപ്പ് കാണിച്ച് നടക്കുന്ന മാന്യ, നിന്നെ റസൂലുള്ള വിളിച്ചത് കള്ളനെന്നാണ്, നിന്നെ റസൂലുള്ള വിളിച്ചത് അക്രമി എന്നാണ്. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസുകൾ ഉദ്ധരിക്കുന്നത് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മത്ലുൽ ഗനി ളുൽമുൻ. ഒരു പണക്കാരൻ തന്റെ കയ്യിൽ പണമുണ്ട്, കടം വാങ്ങിയത് കൊടുക്കാതെ അവധി തെറ്റിച്ച് അവൻ ഉഴപ്പ് കാണിക്ക എന്നത് അല്ല പൊറുക്കാത്ത അക്രമമാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിന്റെ ഒരു ഹെഡിങ് തന്നെ ഈ ഹദീസ വെച്ചിരിക്കുന്നത്. കടം വാങ്ങിയിട്ട് കഴിവുള്ളവൻ അത് തിരിച്ചു കൊടുക്കാതെ ഉഴപ്പ് കാണിക്കൽ അക്രമം എന്നതാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ഇതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹെഡിങ് എന്നൊക്കെ എന്തിനായി പറയണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പുള്ളിയായതുകൊണ്ട് പറയണല്ല, അത്രയും പ്രാധാന്യം ഹദീസ് ചർച്ചകളിൽ മഹാന്മാർ ഇത്തരം ഹദീസുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടോ, ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് മറ്റൊരു ഹദീസ്. അൻ ശുഐബ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല حدثنا صهيب الخير رضي الله عنه عن رسول الله صلى الله عليه وسلم قال, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അയ്യുമാ റജുലിൻ തദീനു ദൈന വഹുവ മുജ്മിഉൻ അല്ലാ യുവഫിയഹു ഇയാഹു ലഖിയല്ലാഹ സാരിഖാ. ഒരാള് പോയി കടം വാങ്ങി, കേട്ടോളണം, ഒരാള് പോയി കടം വാങ്ങി. എവിടെ നിന്ന് വാങ്ങി? ഉള്ളവന്റെ കയ്യിൽ നിന്നാണല്ലോ ഇല്ലാത്തവൻ കടം വാങ്ങാ. അങ്ങനെ കടം വാങ്ങി വരുമ്പോ തന്നെ ഇവന്റെ മനസ്സിലുണ്ട്, വഹുവ മുജ്മിഉൻ അല്ലാ യുവഫിയഹു, ഇത് ഞാൻ പൂർണ്ണമായും തിരിച്ചു കൊടുക്കൂല, ഇത് ഞാൻ പകുതിയെ കൊടുക്കൂ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഈ പണം ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കൂല എന്ന് കണക്ക് കൂട്ടി തന്നെ ഒരാൾ കടം വാങ്ങിയാൽ ലഖിയല്ലാഹ സാരിഖാ, അവൻ അല്ലാഹനെ നാളെ കാണുന്നത് കള്ളന്മാരുടെ കൂടെ നിന്നായിരിക്കും. ഇവൻ നാളെ മഹ്ശറയിൽ കള്ളനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ട് ചില മഹാന്മാര്. എങ്ങനെ? അളിയന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പെങ്ങളെ കെട്ടിയതിന്റെ പേരിൽ തിരിച്ചു ചോദിക്കൂലല്ലോ. എങ്ങനെ ഇപ്പൊ ചോദിക്കാം? അമ്മാച്ചന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയപ്പോ തന്നെ നെയ്യത്ത് എന്താണ്? ഇത് കൊടുക്കണ്ട, ഇതിന്റെ പകുതി കൊടുത്താ മതി. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി അവരെന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങൂല, ആ ഉദ്ദേശത്തിൽ പോയിട്ട് കടം വാങ്ങിയാൽ സത്യത്തിൽ അത് കളവിന് തുല്യമായിട്ട്
കടം വാങ്ങിയാൽ കൊടുക്കാൻ നിയ്യത്ത് ചെയ്തിട്ട് തന്നെ പോണം. കാരണം കൊടുക്കാൻ നിയ്യത്ത് ചെയ്ത് അള്ളാഹു സഹായിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു യാചനയുടെ മാർഗ്ഗമാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചത്. എങ്ങനെ? അത് വാങ്ങിയ എന്തായാലും എൻ്റെ അയാൾ തിരിച്ചു വാങ്ങൂല, ഉസ്താദൊക്കെ ആണല്ലോ, അപ്പൊ തിരിച്ചു വാങ്ങൂല, അങ്ങനെ തോന്നലുണ്ടാവാൻ പാടില്ല. കാരണം എന്താ? കടം കൊടുക്കുമ്പോൾ കൊടുക്കുന്നവന്റെ മനസ്സിൽ അത് തിരിച്ചു കിട്ടും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളടത്ത് അവനെ വഞ്ചിക്കാൻ വേണ്ടി പോയി അത് വാങ്ങിയിട്ട് ഞാനിത് വാങ്ങിയപ്പോ തന്നെ കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചിട്ടാ വാങ്ങിയത്, അയാൾക്കിപ്പോ നമ്മളിത് കൊടുത്തിട്ട് വേണ്ട എന്ന് ചിന്തിച്ചിട്ട് അവന്റെ സമ്പത്ത് നമ്മൾ കടം എന്ന പേരിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാളെ കോടതിയിൽ കൊണ്ടുവരുന്നത് കള്ളന്മാരുടെ കൂടെ ആയിരിക്കും. പെരുങ്കള്ളനാണെന്ന് മുഹമ്മദ് റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഈ വിഷയം ശ്രദ്ധിക്കണം. ഞാൻ ഏതായാലും കടത്തിന്റെ ഗൗരവം വല്ലാതെ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ സമയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കടം വീടാൻ 5 വഴികളുണ്ട് ഇൻഷാ അല്ലാഹ്. കടം വീടാൻ 5 വഴികളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5 വഴികൾ പെട്ടെന്ന് പറയാം. കടം വീടാൻ 5 വഴികൾ കേട്ടോളൂ. ഒന്നാമത്തെ വഴി, നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. ഈ കടം എനിക്ക് വീട്ടണം എന്നത് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. സംഗതി ഞാനിപ്പോ ഇതായിട്ട് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറയും എന്നോട് വേണ്ടെന്ന് പറയും, അത് അദ്ദേഹത്തിന്റെ മര്യാദ. പക്ഷെ ഇത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നത് എന്റെ ഒരു നിലവാരാണത്. ഞാൻ കടം വീട്ടാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി നമ്മൾ വാങ്ങിയ കടം തിരിച്ചു വീട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഒന്നാമത്തെ വഴി അതാണ്. രണ്ടാമത്തെ വഴി, നാം മാന്യനാവണം. എന്നാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വീട്ടാനുള്ള ശ്രമം, അത് തൊഴില്, മറ്റു വരുമാന മാർഗങ്ങൾ തേടി അതിന്റെ പുറകെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള വഴികൾ, ഹലാലായ രീതിയിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള വഴികൾ അന്വേഷിച്ച് നമ്മൾ പരിശ്രമിക്കാം. മൂന്നാമത്തെ രീതി അതാണ്. നാലാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നിരന്തരം ദുആ ചെയ്യാം. പ്രത്യേകം ചെയ്യേണ്ട ദുആകൾ ഉണ്ട്, നമ്മൾ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തെ വഴി എന്ന് പറഞ്ഞാൽ മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും പറയാറുള്ള കുറച്ച് ദിക്റുകളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ നമ്മുടെ കടം വീടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. കടം വീട്ടണം എനിക്ക്, അതൊരു ആഗ്രഹമായിട്ട് തന്നെ കൊണ്ടുനടക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി സൂറത്തുൽ ബഖറയുടെ നേരത്തെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മൻ അദാന ദൈനം വഹുവ യൻവി ഖലാഅഹു. ഒരാൾ കടം വാങ്ങാൻ പോകുമ്പോ തന്നെ അവന്റെ മനസ്സിലുണ്ട് ഇതെങ്ങനെയും ഒന്ന് വീട്ടണം അല്ലാ. അങ്ങനെ അവൻ നിയ്യത്ത് ചെയ്തു, ഈ കടം വീട്ടണം എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഒരാൾ കടം വാങ്ങിയാൽ വക്കലല്ലാഹു ബിഹി മലായിക. അല്ലാഹു ഇവന്റെ കാര്യത്തിൽ ഒരുപാട് മലക്കുകളെ ഏൽപ്പിക്കും. ആ മലക്കുകൾ യഹ്ഫളൂനഹു, ഇവനെ കാത്തു രക്ഷിക്കും, ഇവനൊന്നും പറ്റാതെ. വയദുഊന ലഹു ഹത്താ യഖ്ലിയഹു, ഇവന് മലക്കുകളുടെ കാവലുണ്ട്. കാരണം എന്താ? ഇവൻ കടം വീട്ടാനുള്ള ആളാണ്. ഇവനൊന്നും പറ്റാതെ ഇവൻ ജീവിച്ചിരുന്നാലാണ്, ഇവന് അപകടം പറ്റാതിരുന്നാലാണ് ഇവന് പണി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മലക്കുകളുടെ കാവൽ എപ്പോഴും ഉണ്ടാവും. മാത്രവുമല്ല, കാവൽ നിൽക്കുന്ന മലക്കുകൾ കാവലിന്റെ കൂടെ തന്നെ ഇവന്റെ കടം വീടുന്നവരെ ഇത് വീട്ടിക്കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പടച്ചോനെ, കടം വാങ്ങിയവൻ അള്ളാഹു ഇത്രയും വലിയൊരു ഓഫർ കൊടുക്കണ്ടോ? ഇപ്പൊ നമ്മളൊന്ന് ആഗ്രഹിക്കുക, ആദ്യം എന്റെ കടം ഞാൻ വീട്ടും അങ്ങോട്ട് ആഗ്രഹിക്കുക. ഈ 5 മാർഗം സ്വീകരിച്ച ഉറപ്പായിട്ട് നമ്മുടെ കടം വീടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സംഭവത്തെ തുടർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കടം വാങ്ങിയപ്പോ അവന്റെ നിയ്യത്ത് ഇത് വീട്ടണമെന്നാ. എന്ന മലക്കുകൾ ഇവന് കാവലുണ്ട്. അതിന്റെ കൂടെ കാവൽ നിൽക്കുന്ന മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ പല സലഫ് സാലിഹീങ്ങളും അവർക്ക് പണം ആവശ്യമില്ലെങ്കിൽ പോലും മലക്കുകളുടെ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെറിയ കടങ്ങളൊക്കെ വാങ്ങി വെക്കുമായിരുന്നു. കാരണം വാങ്ങുമ്പോൾ തന്നെ ഉദ്ദേശമുണ്ട്, നിയ്യത്തുണ്ട്, ഇത് കടം വീട്ടണം, അടുത്ത തിങ്കളാഴ്ച തരാന്ന് പറഞ്ഞ് വാങ്ങാം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഒരാവശ്യമില്ല വാങ്ങാം. അപ്പൊ കടം വാങ്ങിക്കഴിഞ്ഞാൽ മലക്കിന്റെ ദുആ കിട്ടൂലോ. മാത്രവുമല്ല, മലക്കുകളുടെ കാവലും കിട്ടും, കടം വീട്ടണം എന്നുള്ള നിയ്യത്തിലാണ്. അങ്ങനെ പോലും ചെയ്ത ആളുകൾ, ഈ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്ത സലഫ് സാലിഹീങ്ങൾ ഉണ്ട് എന്ന് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്താണ്. അപ്പൊ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, നിയ്യത്ത് ചെയ്യണം, പടച്ചോനെ ഇതെനിക്ക് വീട്ടണമെന്ന്. അപ്പൊ നിയ്യത്ത് ചെയ്തൊരു അമൽ, മലക്കുകളുടെ കാവലും ദുആയും കിട്ടണമെങ്കിൽ, മലക്കുകളെ ബന്ധപ്പെടണമെങ്കിൽ നല്ല രീതിയിലായിരിക്കണം. ഇവിടെ ഞാൻ സാന്ദർഭികമായി പറയാണ്, പലിശയുമായി ബന്ധപ്പെട്ടാൽ
പലിശയുമായി ബന്ധപ്പെട്ട് വരുന്ന കടങ്ങളാണെങ്കിൽ റബ്ബിന്റെ സഹായം ഉണ്ടാവൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകളെ ദുആ ചെയ്യാനോ ഇവനൊന്നും സംഭവിക്കാതെ കാവൽ നിൽക്കാനോ അള്ളാഹു ഏൽപ്പിക്കൂല. കാരണം പാപം ചെയ്യുന്നിടത്ത് കാവൽ നിൽക്കാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കൂ? ഇല്ല. പാപം ചെയ്യുന്ന മനുഷ്യന് വേണ്ടി ദുആ ചെയ്യോ മലക്കുകൾ? ഇല്ല. അപ്പൊ പലിശയുമായി ബന്ധപ്പെട്ട കട അല്ല ഈ പറഞ്ഞത്. ഒരു ഹലാലായ രീതിയിൽ വാങ്ങിയ കടത്തെ ഹലാലായ രീതിയിൽ തന്നെ അടച്ചു തീർക്കാൻ, കൊടുത്തു തീർക്കാൻ ആഗ്രഹിച്ച് നിയ്യത്ത് ചെയ്ത് കടം വാങ്ങിയാൽ അള്ളാഹു അങ്ങനത്തെ അവസ്ഥ മാത്രം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. അള്ളാഹു പലിശയുമായി ബന്ധപ്പെട്ട് പെട്ടുപോയ ആളുകളുണ്ട്. അള്ളാഹു തആല അവർക്ക് കരകയറാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് അതിൽ നിന്നും ഒഴിവാവാൻ അള്ളാഹു അവർക്കും നമ്മുടെ അറിവിലുള്ള പലരുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. രണ്ടാമത്, നമ്മൾ കടം വാങ്ങുന്നത് ഉള്ളവന്റെ അടുത്ത് പോയിട്ടാണല്ലോ. അവന്റെ മുന്നിൽ നമ്മൾ മാന്യനാണ് എങ്കിൽ അള്ളാഹിന്റെ സഹായം നമുക്ക് ഉറപ്പായിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മൾ മാന്യനാവണം. നമ്മൾ അവിടെ പോയിട്ട് ഒപ്പിക്കാൻ നിൽക്കരുത്. തിരിച്ചയാൾ ചോദിക്കൂല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അയാളുടെ അടുത്ത് പോയി കടം വാങ്ങാൻ നിൽക്കരുത്. അതൊരു ശരിയായ പണിയല്ല. മാന്യനാവണം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, അള്ളാന്റെ സഹായമുണ്ട് നമുക്ക്. ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുഅ്ജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസും മൻ ജാഅ ബിഹിന്ന മഈമാനിൻ ദഖല മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി സാ. മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന് സ്വർഗത്തിന്റെ അവൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ തന്നെ കയറാം. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവനെ കാത്തിരിക്കുകയാ. ആരെങ്കിലും ഈ 3 കാര്യങ്ങളെ കൊണ്ടുവന്നാൽ സ്വർഗത്തിന്റെ 8 കവാടത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടക്കാം. അതുപോലെ തന്നെ ഹൂറുലീങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്ന അവന് ഇഷ്ടമുള്ള അത്രയും ഹൂറുലീങ്ങൾ അള്ളാഹു ജീവിത പങ്കാളിയായി ആ സ്വർഗത്തിൽ നൽകുകയും ചെയ്യും. 3 കാര്യം ഉണ്ടായാൽ മതി. 3 കാര്യം ഉണ്ടെങ്കിൽ അള്ളാഹു തആല സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ, ഇഷ്ടമുള്ള ഭാഗം തെരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കും. അതോടൊപ്പം ഇഷ്ടമുള്ള അത്രയും ഹൂറുലീങ്ങളെ ജീവിത പങ്കാളിയായി നൽകും. 3 കാര്യം ഉണ്ടായാൽ മതി. ഒന്നാമത്തെ കാര്യം, ആരും ശ്രദ്ധിക്കാത്ത വളരെ ലളിതമായ, ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും കുഞ്ഞു കടം ഒരാൾ പോയി വീട്ടിയാൽ, മിനിഞ്ഞാന്ന് ഞാൻ സവാള വാങ്ങിയപ്പോ 2 രൂപയ്ക്കൊക്കെ ഞാൻ തരാനുണ്ട്, അത് കുഴപ്പമില്ല പോട്ടെ, അല്ല അത് കടാണെന്നാ പറഞ്ഞ, പിന്നെ തന്നായെന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നെ വിട്ടത്, അതെ 2 രൂപ എന്റെ കയ്യിലുണ്ടിരിക്കട്ടെ. അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? 2 രൂപ ഇപ്പൊ പ്രാന്താണ് ഈ റോഡ് മുറിച്ച് അപ്പുറത്ത് പോയിട്ട് ആ കടയെ കൊണ്ടുപോയത് കൊടുക്ക, അതവിടെ ഇരിക്കട്ടെ. അല്ല, ആരെങ്കിലും തന്റെ ഏറ്റവും നേരിയ കടം പോലും വീട്ടാനുള്ള താല്പര്യമുണ്ട് എങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, 50 പൈസയെങ്കിൽ 50 പൈസ കടമാണോ പറഞ്ഞത്? പിന്നെ തന്നാതീന്നല്ലേ പറഞ്ഞത്? പിന്നെ തന്നെ നീ കൊണ്ടുപോയി കൊടുക്ക എന്നത് നിനക്ക് സ്വർഗം കിട്ടാൻ അത് മതിയെന്ന് മുഹമ്മദ് മുസ്തഫ. കടം വീട്ടുന്ന വിഷയത്തിൽ കുറഞ്ഞതാണെങ്കിൽ പോലും നമ്മളത് പരിഗണിച്ചേ പറ്റൂ. അള്ളാഹു നമുക്ക് കൂലി തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഭാഗം, തന്റെ പ്രിയപ്പെട്ടവരെ കൊന്നുകഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും കൊന്നാൽ കൊന്നവന് വധശിക്ഷ നടപ്പാകുന്ന ഇസ്ലാമിക നിയമമുള്ളോടത്ത് മരിച്ചവന്റെ വീട്ടുകാരാ കൊന്നവന് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം രക്ഷപ്പെടല്ലേ? അവൻ അതിൽ നിന്ന് ആലോചിച്ച് അവൻ നന്നാവല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മാപ്പ് കൊടുത്ത മരിച്ചുപോയവന്റെ കുടുംബക്കാർക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ അടുത്ത ദിവസവും കൂടി ബഹുമാന്യനായ യൂസുഫ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഈ വിട്ടുവീഴ്ച ചെയ്യുക വഴി വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പലരുടെയും ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും കൂലി കൊടുക്കട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, ഒന്നാമത്തെ എന്താ? ഒന്നാമത്തേത് ഏറ്റവും നേരിയ കടമാണെങ്കിൽ പോലും അത് വീട്ടുന്നവനായാൽ, രണ്ടാമത്തേത് കൊലപാതകയ്ക്ക് മാപ്പ് കൊടുക്കുന്നവനായാൽ, മൂന്നാമത്തേത് കേട്ടോ, എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന ആൾക്ക്
നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിന്റെ വ്യാഖ്യാനം, അതിന്റെ മഹത്വം പറഞ്ഞ ക്ലാസ്സുകൾ 2-3 കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും 10 പ്രാവശ്യം വീതമോതുന്ന മനുഷ്യന് അള്ളാഹു സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും അകത്ത് കടക്കാനും ഇഷ്ടമുള്ള അത്രയും ജീവിത പങ്കാളികളായ ഹൂറിനെ തെരഞ്ഞെടുക്കാനും അവകാശം കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തൊബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുഅ്ജമുൽ അവ്സത്തിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. കണ്ടോ, ഇത്രയും പറഞ്ഞപ്പോൾ സ്വഹാബികൾക്ക് വലിയ ആഗ്രഹവും താല്പര്യവും തോന്നി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ചോദിച്ചു, നബിയെ, ഈ 3 കാര്യവും ഒരാളുടെ ജീവിതത്തിൽ ഒരുമിച്ച് കിട്ടൽ വലിയ ഭാഗ്യമാണ്, പക്ഷെ ഒരുമിച്ച് കിട്ടൽ പ്രയാസവുമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൊന്നിട്ട് ആ കൊന്നവന് മാപ്പ് കൊടുക്കാന്നുള്ളത് എപ്പോഴും കിട്ടുമോ? അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അതൊന്നും എപ്പോഴും ഉണ്ടാവില്ലല്ലോ നബിയെ. അതുപോലെ തന്നെ ആരെങ്കിലും നേരിയ കടപ്പ് എല്ലാ സ്ഥലത്തും എപ്പോഴും ഉണ്ടാവും. കടം വീട്ടി അത് അവിടെ തീരും, പിന്നെ അതുപോലെ നേരിയ കടങ്ങൾ ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് ഈ 3 അവസ്ഥയും ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ നബിയേ, ഔ ഇഹദാഹുന്ന യാ റസൂലല്ലാഹ്, ഈ 3-ൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും അവന് കടക്കാമെന്ന് പറഞ്ഞ ആ പ്രതിഫലം കിട്ടുമോ നബിയേ? ഫഖാല ഔ ഇഹദാഹുന്ന, അവിടുന്ന് ഉടൻ തന്നെ മറുപടി പറഞ്ഞു, കിട്ടും സിദ്ദീഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് തെരഞ്ഞെടുക്കാലോ ഇതില് എന്ത്? ആ നേരിയ കടം എവിടെയെല്ലാം 2 രൂപ മീൻകാരന് കൊടുക്കാനുള്ളത് തീർത്ത് കൊടുക്കാം, അതായിട്ട് പോകണം. അതിനെന്താ പോയ കുഴപ്പം? കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദിന്റെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാന്റെ 50 പൈസ ഹൗദിൽ ചാടിപ്പോയി. 50 പൈസ ചാടിപ്പോയപ്പോ 50 പൈസ ഹൗദിൽ നിന്ന് എടുക്കാൻ കുറെ പാടുപെട്ടു. ഹൗദിലെ വെള്ളം കളയാതെ വേണം ഈ 50 പൈസ എടുക്കാൻ. വെള്ളം അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പൊ ഒരാൾ അതിൽ പോയപ്പോ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ 50 പൈസ എന്റെ ഹൗദിലുണ്ട്, ഒന്ന് എടുത്തരോ എന്ന് വെച്ചു. അയാൾ വെള്ളം കളയാതെ 50 പൈസ തോണ്ടി എടുത്തു കൊടുത്തു. അയാൾക്ക് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 രൂപ അങ്ങ് കൊടുത്തു. 50 പൈസ എടുത്തു കൊടുത്തതിന് 2 രൂപ കൊടുത്തു. ഇത് ലോകത്തെ ഏറ്റവും വലിയ വട്ടല്ലേ? അള്ളാനെ പേടിക്കുന്ന മഹാന്മാർ ചെയ്യുന്ന ഈ ജീവിത രീതി നമ്മെ പോലെ പടച്ചോനെ പേടിയില്ലാതെ ജീവിക്കുന്നവർക്ക് വട്ടായിട്ട് തോന്നും. 50 പൈസ എടുത്താൽ നമുക്ക് 2 രൂപ കൂലി കൊടുത്തു. എന്തേ കാരണം? 50 പൈസ നഷ്ടപ്പെടുത്താൻ പാടില്ല, അതിന് മൂല്യമുണ്ട്. ഒരാൾ ഒരു ജോലി ചെയ്താൽ അതിന് കൂലി കൊടുക്കുക, ജോലിക്കും മൂല്യമുണ്ട്. 2 കാര്യം അവിടെ മഹാൻ ചെയ്തത്. അതിൻ്റെ കൂടെ ഹൗദിലെ വെള്ളം നഷ്ടപ്പെടുത്തിയില്ല. 3 കാര്യമായി. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പൊ പണം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നേരിയ കടാണെങ്കിലും അതങ്ങോട്ട് നമ്മൾ മറക്കാൻ നോക്കുക. അതിന്റെ ആവശ്യമില്ല. നമുക്ക് 2 രൂപ കൊടുക്കാനില്ലാഞ്ഞിട്ട 10 രൂപ ബാലൻസ് കൊടുക്കാൻ ആ കടയിൽ അന്നത്തെ ബാലൻസ് 10 രൂപ ഉണ്ട്. ഞാൻ ഓർക്കണില്ലല്ലോ, കുഴപ്പമില്ലൊക്കെ ഓർക്കണ്ട, ഇരിക്കട്ടെ, ഞാൻ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഒരു സൂക്ഷ്മതക്ക് കൊടുക്കാലോ. അപ്പൊ അങ്ങനത്തെ സ്വഭാവം നമുക്ക് ഉണ്ടാവണം. പിന്നെ പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓരോ വഖത്തിലും 10 വീതം ഓതാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കടം വീടാനുള്ള 2 മാർഗങ്ങൾ ഇപ്പൊ പറഞ്ഞു. 1 നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കല്, 2 നമ്മുടെ മാന്യമായ സ്വഭാവം കാണിക്കാം. ഇത് ഞാനായിട്ട് അത് ആ ചെറിയ കടാണിലും കൊടുക്കും എന്ന തീരുമാനം. 3ാമത് നമ്മൾ ചെയ്യേണ്ടത് കടം വീടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം. പണിക്ക് പോകണം, ജോലി അന്വേഷിക്കണം. കട എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റില്ല. കടമാണെങ്കിലും ജോലിയും വരുമാനവും അന്വേഷിച്ച് ഹലാലായ പണിക്ക് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹിന്റെ സഹായം ഉണ്ടാവും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാൾ ഹലാലായ ജോലി തേടാ എന്നത് അയാൾക്ക് ഫർളാണ്. നബിയുനാ റസൂലുള്ളാഹി ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ത്വലബൽ ഹലാല ത്വലബുൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള. നമുക്ക് നിസ്കാരം ഫർളായ പോലെ, നോമ്പ് ഫർളായ പോലെ, ഹജ്ജ് ഫർളായ പോലെ നമുക്ക് ഫർളാണ്. ഹലാലായ ജോലി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കൽ ഫർളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കടം വീടാൻ ഫർളായ അമലാണ് നമുക്ക് ജോലി ചെയ്യല്. അള്ളാഹു കൂലി തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കേട്ടോ, ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു ഹദീസിൽ കാണാം, തൊബറാനി ഇമാമ് തന്നെ അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്ന ഹദീസ്, അസ്സാഇ അലാ വാലിദൈഹി ലിയകുഫഹുമാ ഔ യുഗ്നിയഹുമാ അനിൻ നാസി ഫീ സബീലില്ലാഹ്, മാതാപിതാക്കളെ ജനങ്ങളുടെ മുന്നിൽ യാചകരാക്കാതെ അവരുടെ കാര്യങ്ങൾ നടത്താൻ, മാതാപിതാക്കളെ പുലർത്താൻ ജോലിക്ക് പോകുന്ന ആളും ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്ന ആളും അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു ഹദീസ് കാണാം, ഇമാം ഇബ്നു അബി ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസ് കാണാം, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തലബ ദുനിയ ഹലാലൻ ഇസ്തിഅഫാഫൻ അനിൽ മസ്അല വസഅയൻ അലാ ആഖിരിഹി വതഅത്തുഫൻ അലാ ജാരിഹി ലഖിയല്ലാഹ വവജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും നല്ല ഒരു ഹലാലായ തൊഴിൽ തേടിപ്പോയി. എന്തിനു വേണ്ടിയാ അവൻ തൊഴിൽ തേടിപ്പോയത്? അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവര് തൊഴിൽ തേടി കടൽ കടന്നു പോയവരാ. റബ്ബേ, കൂലി കൊടുക്കണേ അല്ലാ. അങ്ങനെ പോയാൽ അവൻ പോയത് എന്തിനു വേണ്ടിയാണ്? അവന്റെ കുടുംബത്തിന്റെ സൽപ്പേരും നിലവാരവും മാന്യതയും നിലനിർത്താൻ മാത്രവുമല്ല, അവന്റെ അയൽവക്കക്കാരുടെ ഇടയിൽ അവനൊരു ഇല്ലായ്മ ഉണ്ടെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുടുംബം പുലർത്താൻ വിദേശത്ത് പോയവനും ജോലി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നവനും അവൻ അള്ളാഹു വെച്ചിരിക്കുന്ന കൂലി അള്ളാഹുവിനെ നാളെ അവൻ കാണുമ്പോൾ പരിപൂർണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന നിലാവുള്ള രാത്രിയിൽ ആ ചന്ദ്രൻ എത്ര വെളിച്ചമുണ്ടോ അതുപോലത്തെ വെളിച്ചം ഇവന്റെ മുഖത്ത് നാളെ മഹ്ശറയിൽ കാണാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ഒരുപാട് പേര് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബീ ശൈബ തങ്ങള് അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തൊഴിൽ തേടി പോവണം. ഇനി പറയാൻ മറ്റൊരു ഹദീസ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രമുഖനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ജോലിക്ക് പോവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാം. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മിമ്പറിന്റെ പടവിൽ നിന്നുകൊണ്ട് സുലൈമാൻ നബിയുടെ വഅദ് തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. തൊഴിലിന്റെ മഹത്വം പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും സുലൈമാൻ നബിയുടെ കയ്യിൽ ഒരു മുറമുണ്ട്, അതുപോലെ തന്നെ ഒരു വട്ടിയുണ്ട്, കുട്ടയുണ്ട്. തൊഴിലിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയ്യില് കുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മുറം നെയ്തുകൊണ്ടിരിക്കുക, തൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ കയ്യിൽ അതും നടക്കേണ്ട, അതിന്റെ കൂടെ തന്നെ വഴുതും നടക്കുന്നുണ്ട്. വിഷയം തൊഴിലിന്റെ മഹത്വം. അത്രത്തോളം മഹാന്മാർ ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് പ്രചോദനങ്ങൾ തന്നിട്ടുണ്ട്. കടം വീടുന്ന വിഷയത്തില് കടം വീടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. രണ്ടാമത്തേത് നമ്മളൊരു സ്റ്റാൻഡേർഡുള്ള മനുഷ്യനാവുക, കടം വീട്ടാൻ വേണ്ടിയിട്ട് മാന്യനാവുക. ആരുടെ ഔദാര്യം പറ്റണ്ടെന്ന് അള്ളാഹു തരൂലോ. മൂന്നാമത്തേത് നമ്മൾ തൊഴിൽ ചെയ്ത് കടം വീടാനുള്ള പരിശ്രമം ഉണ്ടാക്കുക. നാലാമത്തെ മാർഗം നിരന്തരം ദുആ ചെയ്യുക. കടം വീടാൻ 2 പ്രത്യേക ദുആകളുണ്ട്. ഒന്നാമത്തെ ദുആ കേട്ടോളൂ. ഒന്നാമത്തെ ദുആ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റു പല മുഹദ്ദിസീങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അൻ അലി റളിയല്ലാഹു അൻഹു കേട്ടോ ഹദീസ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ മോചനപത്രം എഴുതപ്പെട്ട ഒരു അടിമ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഖദ് അജസ്തു അൻ മുകാതബതി ഫഅഇന്നി. അലി തങ്ങളെ, എന്റെ മോചനപത്രം എഴുതപ്പെട്ടിരിക്കുകയാണ്. അടിമയാണ്, മോചനപത്രം എഴുതി. അടിമയാണെങ്കിലും പണി ചെയ്ത ചെറിയ ചെറിയ കൂലി കിട്ടും. അത് കൂട്ടി വെച്ച് യജമാനൻ മോചനപത്രം എഴുതും. ഇത്ര പണം നീ എനിക്ക് അധ്വാനിച്ചുണ്ടാക്കി തന്ന നിന്നെ ഞാൻ മോചിപ്പിച്ചേക്കാം. അങ്ങനെ അടിമത്തത്തിൽ നിന്നും മോചനം കിട്ടണം. അപ്പൊ ഈ അടിമയ്ക്ക് അടിമപത്രം എഴുതപ്പെട്ട ആൾക്ക് സക്കാത്ത് കൊടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. സക്കാത്തിന്റെ 8 അവകാശികളിൽ
അവനെയും ചേർക്കപ്പെടേണ്ടതാണ്. കാരണം അവൻ മോചനപത്രം എഴുതപ്പെട്ടവനാണ്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം പണത്തിന് ആവശ്യമാണ്. ഇങ്ങനെ മോചനപത്രം എഴുതപ്പെട്ട ഒരു അടിമ വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം പറഞ്ഞു, എന്റെ മോചനപത്രം എഴുതിയിരിക്കുന്ന ആ ഡേറ്റിലേക്കുള്ള സമയമെടുത്തു, എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് കടങ്ങളുണ്ട്, ഫഅഇന്നി, എന്നെ ഒന്ന് സഹായിക്കണേ. സാമ്പത്തിക പ്രയാസത്തിന്റെ സങ്കടം പറഞ്ഞ ആ മനുഷ്യനോട് അലി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കാന അലൈക മിസ്ലു ജബലി സിയർ ദൈനൻ അദ്ദാഹുല്ലാഹു അൻക. മോനെ, നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരട്ടെ. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, ആ ദുആ റസൂലുള്ളാഹി എനിക്ക് പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് അന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വീർ പർവ്വതത്തിന്റെ അത്രത്തോളം നിനക്ക് കടമുണ്ടെങ്കിലും അള്ളാഹു ആ കടങ്ങൾ വെട്ടിത്തരുന്ന ഒരു ദുആ ഉണ്ട് അലിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് എനിക്ക് റസൂലുള്ളാഹി ദുആ പഠിപ്പിച്ചു തന്നത്. ആ ദുആ കേട്ടോളൂ, ആ ദുആ പഠിച്ചോളൂ. ഇതാണ് ആ ദുആ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ ദുആ മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബാലവി SMK തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മിക്കവാറും സാമ്പത്തിക പ്രയാസം പറഞ്ഞു വരുന്ന എല്ലാവരോടും ഇത് പറയാറുണ്ട്. അല്ലാഹുമ്മ ക്ഫിനി, അല്ലാഹുവേ നീ എനിക്ക് നിർവാഹമാക്കി തരണം, ബിഹലാലിക, നീ തന്ന ഹലാല് കൊണ്ട്, അൻ ഹറാമിക, നീ ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് എനിക്ക് നിന്റെ ഹലാല് കൊണ്ട് നിർവാഹത തരണം അല്ലാഹ്. വഅഗ്നിനി, എന്നെ നിർവാഹമാക്കണേ, ബിഫദ്ലിക, നിന്റെ ഔദാര്യം കൊണ്ട്, അമ്മൻ സിവാക, മറ്റൊരാളുടെ ഔദാര്യവും എനിക്ക് വേണ്ട അല്ലാഹ്. ഈ ദുആ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഒന്നാമത്തെ ദുആ ഇതാണ്. കടം വീടാനുള്ള പ്രത്യേകമായ രണ്ടാമത്തെ ദുആ കേട്ടോളൂ. അന്നബി സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി സുനനിൽ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ പറയാണ് ഒരിക്കൽ, മഹാനായ അബൂ സഈദ് ഖുദ്രി തങ്ങൾ പറയാണ് ഒരിക്കൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിനിൽ മസ്ജിദ, മസ്ജിദ് നബവിയിലേക്ക് റസൂലുള്ളാഹി കടന്നു ചെന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇദൻ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട മഹാനായ ഒരു മനുഷ്യൻ ആ പള്ളിമൂലയിലിരിക്കുന്നു. യുഖാലു ലഹു അബൂ ഉമാമ, ആ മഹാനായ സ്വഹാബിയുടെ പേര് അബൂ ഉമാമ എന്നാണ്. റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബാ ഉമാമ, യാ അബാ ഉമാമ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാ. അബൂ ഉമാമ, മുമ്പൊരിക്കലും നിന്നെ ഈ നിസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്ത് പള്ളിയിൽ കാണാറില്ലല്ലോ, എന്തേ നീ ഇപ്പൊ നിസ്കാരത്തിന്റെ സമയമല്ല എന്നിട്ടും പള്ളിയിലുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞു, നബിയേ, ഹുമൂമുൻ ലസിമത്നി വദ്യൂനുൻ യാ റസൂലല്ലാഹ്, എനിക്ക് വല്ലാത്ത മനപ്രയാസങ്ങളുണ്ട് നബിയെ, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് വന്നത്. നബിയെ, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടം തോന്നി. മഹാനായ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു അദ്ഹബ അല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖളഅ അൻക ദൈനക. അബൂ ഉമാമ, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരട്ടെ. ഇതെന്തെങ്കിലും വാദോതി എന്ന് പറയല്ല, അബൂ ദാവൂദ് ഇമാമിന്റെ സുനനിൽ ഹദീസിന്റെ ഈ ദുആ ഉണ്ട്. ഇത് ജീവിതത്തിൽ പകർത്തണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം പറഞ്ഞ ദുആ തുർമുദിയിലുണ്ട്, ഇത് അബൂ ദാവൂദിലുണ്ട്. റഹ്മത്തുള്ളാഹി അലൈഹി, മഹാന്മാരുടെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അബൂ ഉമാമ തങ്ങളോട് റസൂലുള്ളാഹി പറയാ, മോനെ, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ നീ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ ടെൻഷൻ മാറ്റിത്തരും, അല്ലാഹു നിന്റെ കടങ്ങൾ വീട്ടിത്തരും. അങ്ങനത്തെ ഒരു ദുആ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ മോനെ. ഖുൽതു ബലാ, ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചു തായോ നബിയേ യാ റസൂലല്ലാഹ്. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു,
ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, രാവിലെയും വൈകുന്നേരവും, അതായത് സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും നീ ഈ ദുആ പതിവാക്കിക്കോ മോനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്റിർ റിജാൽ. ഈ ദുആ എന്താ? ദുആന്റെ അർത്ഥം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ എല്ലാ ടെൻഷനും സങ്കടവും ഉണ്ടാവാതെ നീ എന്നെ കാക്കണേ. വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ബലഹീനതയും അലസതയും ഉണ്ടാവാതെ എന്നെ നീ കാക്കണേ. വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പേടിയും പിശുക്കും ഉണ്ടാവാതെ എന്നെ നീ കാക്കണേ. വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി, ഒരുപാട് കടം വന്ന് കുമിഞ്ഞുകൂടി ഞാൻ എടങ്ങേറായി. വ ഖഹ്റിർ റിജാൽ, എന്റെ കാലിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകും വിധം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരാതെ നീ കാക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഖാല, അബൂ ഉമാമ തങ്ങൾ പറയാണ്, ഫഫഅൽതു ദാലിക, ഇങ്ങനെ ഞാൻ ചെയ്തു, കൂടെ ജോലിക്കും ഞാൻ പോയി. ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി വഖളഅ അന്നിദ്ദൈനി, അല്ലാഹു എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തന്നു, എൻ്റെ കടങ്ങളെല്ലാം അല്ലാഹു വീട്ടി തന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തെ മാർഗം, കടം വീടാനുള്ള അഞ്ചാമത്തെ മാർഗം, സമസ്തയുടെ മഹാനായ നേതാവ് സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ, സൂഫി ചക്രവാളത്തിൽ നമ്മൾ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട വലിയ മഹാനായ ഒരു വലിയന്റെ മകനാണ്, സയ്യിദാണ്. മഹാനവറുകൾ എപ്പോഴും പറയും, ഒരാൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ 3 ദിക്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 100 സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലലാണ്. കടം അല്ലാഹു വീട്ടിത്തരും. അതിന് മഹാൻ പറയുന്ന കാരണം, ഒരു സ്വലാത്ത് ചൊല്ലിയ 10 ഗുണം അല്ലാഹു ചെയ്യുന്നല്ലേ, അപ്പൊ അതിലൂടെ സാമ്പത്തിക പ്രയാസം മാറും. രണ്ടാമത് പറയാറ്, നമ്മൾ ചൊല്ലേണ്ട ദിക്ർ അൽഹംദുലില്ലാഹ് ആണ്. എന്താ കാരണം? അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ അനുഗ്രഹങ്ങൾ അല്ലാഹു കൂട്ടി തരും. അനുഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഹംദ് പറയുന്തോറും കൂടി വരും. മൂന്നാമത് ചൊല്ലേണ്ട ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ 100 എണ്ണം ചൊല്ലണം. ഹദീസിലുണ്ടല്ലോ, മഹാൻ പറയലാണ്. ഇതൊക്കെ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മഹാനവറുകൾ അത് ക്രോഡീകരിച്ച് പറഞ്ഞു എന്നുള്ളൂ. ലാ ഹൗല ചൊല്ലുന്ന ആൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല. 100 വട്ടം ചൊല്ലിയ ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ 2 ദുആ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 3 ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 ദുആയും സുബഹിയുടെയും മഗ്രിബിന്റെയും ശേഷമാണ് ചൊല്ലേണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ല. 5 വഖത്തിലും ചൊല്ലിയാൽ നന്നായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ ഹൗല, അതുപോലെ അൽഹംദുലില്ലാഹ് സ്വലാത്ത് കടം വീടാൻ വേണ്ടിയിട്ട് പതിവാക്കുക. 100 എണ്ണം. ശുദ്ധി വേണ്ട, ഖിബ്ല വേണ്ട, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിന് 100 വെക്കേണ്ട എണ്ണം 100 മിനിമം എങ്കിലും ചൊല്ലണം എന്ന് പറഞ്ഞെന്നുള്ളൂ. ഏതായാലും ഈ രീതിയിലേക്ക് നമ്മുടെ ജീവിതം ഒന്നും മാറിയാൽ നമ്മുടെ കടങ്ങളൊക്കെ മാറും. അത്രയല്ലേ ഉള്ളൂ ദുനിയാവ്. ദുനിയാവ് അള്ളാഹു നമുക്ക് അത്രയും നിസ്സാരപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് സമയം കുറച്ച് കൂടുതലായിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കണം.